Hello friends, welcome to the channel. അപ്പോൾ നമ്മളൊന്ന് പറയാൻ പോകുന്ന വൺ ഓഫ് ദി ബെസ്റ്റ് UPI ക്രെഡിറ്റ് കാർഡ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഞാൻ ആക്ച്വലി ഉപയോഗിക്കുന്നതാണ്. നമ്മളിപ്പോൾ അതിൻ്റെ പ്രൂഫും സംഭവങ്ങളൊക്കെ കാണിച്ചു തരാം. എനിക്കിപ്പോൾ ആക്ച്വലി കഴിഞ്ഞ മാസത്തെ നമ്മുടെ UPI ട്രാൻസാക്ഷൻ എല്ലാം കൂടി നമുക്ക് ഓൾമോസ്റ്റ് ഒരു 500 രൂപ നമുക്ക് ക്യാഷ് ബാക്ക് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ ബാങ്ക് ഓഫ് ബറോഡയുടെ BOB സ്നാപ്ഡീൽ ക്രെഡിറ്റ് കാർഡിനെ കുറിച്ചാണ്. ഇത് ആക്ച്വലി 2 ലെവൽ ഷോപ്പിംഗ് ക്രെഡിറ്റ് കാർഡ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. റൂപേ വേരിയന്റിൽ വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഇത് UPI ഉപയോഗിക്കാൻ പറ്റും. ഇതിന്റെ ആനുവൽ ചാർജും ജോയിനിങ് ചാർജും വരുന്നത് 249 രൂപ പ്ലസ് GST ആണ് വരുന്നത് കേട്ടോ. പിന്നെ ഇതിന്റെ ഓവറോൾ ഫീച്ചേഴ്സ്, അതായത് പിന്നെ നമുക്ക് വേറൊരു ഓഫർ വരുന്ന ഫസ്റ്റ് ട്രാൻസാക്ഷൻ നമുക്ക് 500 രൂപയുടെ ഒരു സ്നാപ്ഡീൽ വൗച്ചർ നമുക്ക് കിട്ടുന്നുണ്ട്. ഞാൻ ആക്ച്വലി അത് റിഡീം ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കറിയാം സ്നാപ്ഡീൽ അങ്ങനെ ആപ്പുകളൊന്നും അങ്ങനെ അധികം ഉപയോഗിക്കാറില്ല, പക്ഷെ കുഴപ്പമില്ല, നമുക്ക് ഡ്രസ്സ് വാങ്ങിക്കാനൊക്കെ ഉപയോഗിക്കാം. ഞാൻ കുറച്ച് ഡ്രസ്സുകളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അതുപോലെ ഈ കാർഡ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് സ്നാപ്ഡീൽ 5% ക്യാഷ് ബാക്ക് കിട്ടുന്നുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് വേറൊരു ഇതിൻ്റെ ഒരു ബെനിഫിറ്റ്. 5% ക്യാഷ് ബാക്ക് ഓൺ സ്നാപ്ഡീൽ നമുക്ക് കിട്ടുന്നുണ്ട്. അതർ ഷോപ്പിംഗ് സ്പെൻഡ് ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ 10 റിവാർഡ് പോയിന്റ് ഫോർ എവരി 100 റുപ്പീസ് സ്പെൻഡ് ആണ്. പിന്നെ 4 റിവാർഡ് പോയിന്റ് ആണ് അതർ സ്പെൻഡിങ് ആൻഡ് ഡൈനിങ് വരുന്നുണ്ട്. ഫ്യൂൽ സ്പെൻഡിന് നോർമൽ പോലെ തന്നെ 1% ക്യാഷ് ബാക്ക് അല്ലെങ്കിൽ 1% ഫ്യൂൽ സർചാർജ് ഓഫ് വരുന്നുണ്ട്. പിന്നെ പോയിന്റ്സും സംഭവമൊക്കെ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ക്രെഡിറ്റ് കാർഡിലേക്ക് ക്രെഡിറ്റ് ആയിക്കോളൂ ആഫ്റ്റർ ബിൽ ജനറേഷൻ. ഒരു റിവാർഡ് പോയിന്റ് എന്ന് പറയുന്നത് 0.25 പൈസയാണ് കേട്ടോ. പിന്നെ നമുക്ക് ട്രാവൽ സ്പെൻഡ് ബെനിഫിറ്റ് ആയിട്ട് നമുക്ക് 50% ഓഫ് ഓൺ ഹോട്ടൽ ബുക്കിംഗ് അറ്റ് ഓയോ ലിസ്റ്റഡ് ഹോട്ടൽസ് നമുക്ക് 50% ക്യാഷ് ബാക്ക് കിട്ടുന്നുണ്ട്. അതിനൊരു ക്യാപ്പിംഗ് ഉണ്ട്. 8% ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട് ഓൺ ഫ്ലൈറ്റ് ബുക്ക് ത്രൂ ഇക്സിഗോ നമുക്ക് കിട്ടുന്നുണ്ട്. മിനിമം 40% ഡിസ്കൗണ്ട് വിത്ത് വിൻഗ് മ്യൂസിക്കിൽ നമുക്ക് സബ്സ്ക്രിപ്ഷനിൽ 40% ഡിസ്കൗണ്ട് വരുന്നുണ്ട്. പിന്നെ വലിയ കമ്പനി EMI നമുക്ക് 2500 മുകളിലുള്ള എല്ലാ ട്രാൻസാക്ഷനും നമുക്ക് EMI കൺവേർട്ട് ചെയ്യാം. 36 മാസം വരെ നമുക്ക് EMI കൺവേർട്ട് ചെയ്യാം. നിങ്ങൾക്കറിയാം ബാക്കിയുള്ള നോർമൽ കാർഡുകളിലൊക്കെ 24 മാസം സപ്പോർട്ട് ചെയ്യാറുള്ളൂ. BOB കാർഡുകൾക്ക് അങ്ങനെ ഗുണമുണ്ട്. 36 മാസം സപ്പോർട്ട് ചെയ്യുന്ന കാർഡുകളാണ്. റിവോൾവിംഗ് ക്രെഡിറ്റ് ഓപ്ഷൻ വരുന്നുണ്ട്. ഇൻട്രസ്റ്റ് ഫ്രീ ക്രെഡിറ്റ് ഫെസിലിറ്റി വരുന്നുണ്ട് 50 ദിവസത്തെ. ഈസിയാണ്. പിന്നെ നമുക്ക് ഈ കാർഡ് കിട്ടാൻ വലിയ പാടൊന്നുമില്ല. എനിക്ക് ഒരു സുഖമായിട്ടാണ് കിട്ടിയത്. പക്ഷേ നിങ്ങൾ BOB ക്രെഡിറ്റ് കാർഡ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ട് പെട്ടെന്ന് കിട്ടണം എന്ന് പറഞ്ഞാൽ നടക്കില്ല. നല്ല വെയിറ്റിംഗ് പീരീഡ് ഉണ്ടായിരിക്കും. ഒന്നാമത് നിങ്ങൾക്ക് അറിയായിരിക്കും BOBയുടെ കാര്യം നിങ്ങൾക്ക് അറിയായിരിക്കും. എനിക്ക് ആക്ച്വലി ഇത് അപ്രൂവൽ വന്നിരുന്നത് 20 ദിവസം കഴിഞ്ഞിട്ടാണ്. അതാണ് ഇവന്മാരുടെ വിളിച്ചാലും കിട്ടില്ല, ഒന്നും കിട്ടില്ല. ഇവരുടെ നോർമലായിട്ട് ഇവർ റെക്കമെൻഡ് ചെയ്യുന്ന എലിജിബിലിറ്റി എന്ന് പറയുന്നത് 3.6 lakh പെർ ആനം. അത് സാലറിഡ് ആണെങ്കിൽ അല്ലെങ്കിൽ സെൽഫ് എംപ്ലോയിഡ് ആണെങ്കിൽ 4.8 പെർ ആനാണ്. അത് നോക്കുന്നില്ല ഇപ്പോൾ. 21 to 65 ഏജ് ആണ് ലിമിറ്റ് വരുന്നത്. പിന്നെ ഡോക്യുമെന്റ് നിങ്ങൾക്ക് അറിയാം ഓൺലൈനാണ് ഇപ്പോൾ. പാൻ കാർഡും ആധാർ കാർഡും ബാങ്ക് സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ITR മതി. അപ്പോൾ ഞാൻ എന്തായാലും നമ്മുടെ റെഫറലിൽ ഞാൻ താഴെ കൊടുക്കാൻ നിങ്ങൾക്ക് അത് കൂടെ അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. വിത്തൗട്ട് ഇൻകം പ്രൂഫ് തന്നെ നമ്മുടെ സെറ്റാപ്പിൻ്റെ റെഫറലിൽ കണ്ടിട്ട് മറക്കണ്ട, താഴെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിൽ പിന്നെ വേറെ സ്പെഷ്യലായിട്ട് പറയാവുന്ന സംഭവമൊന്നും ഇല്ല. 249 രൂപ പ്ലസ് GST ആണ് ആനുവൽ ചാർജും ജോയിനിങ് ചാർജും വരുന്നത്. പിന്നെന്താ, വേറെ അത്രയൊക്കെ തന്നെ ഉള്ളൂ. ബാക്കിയെല്ലാം നോർമൽ ഒരു എൻട്രി ലെവൽ ക്രെഡിറ്റ് കാർഡ് പോലെ തന്നെ. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആക്ച്വലി UPI ഈ സാധനമാണ് ഉപയോഗിക്കാറ്. അപ്പോൾ എനിക്ക് കഴിഞ്ഞ മാസം UPI ഉപയോഗിച്ചിട്ട് അതിൻ്റെ ഇപ്പോൾ റിവാർഡ് ക്രെഡിറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ടായിരിക്കും. 487 രൂപ നമ്മുടെ സ്നാപ്ഡീൽ കാർഡിന്മേ നിങ്ങൾക്ക് ഇവിടെ മെസ്സേജ് കാണുന്നതായിരിക്കും. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി ഞാൻ പറഞ്ഞില്ല, ബിൽ ജനറേറ്റ് ആയി കഴിഞ്ഞാൽ ഒരു 2 ദിവസം കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബില്ല് ജനറേറ്റ് ആയ എമൗണ്ടിലേക്ക് അത് കയറിക്കോളൂ കേട്ടോ. അപ്പോൾ അത് മൈനസായിട്ട് നിങ്ങൾക്ക് കാണിക്കും, അല്ലെങ്കിൽ അടുത്ത ബില്ല് അത് മൈനസായിട്ട് വരും. അപ്പോൾ ഞാൻ ടോട്ടൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ടാകുന്നത് ഒരു ഓൾമോസ്റ്റ് ഒരു ഇതിൽ കുറച്ചെണ്ണം എന്താ പറയുക 2000 അതല്ല, എനിക്ക് എൻ്റെ BOBയുടെ 2 കാർഡുണ്ട്. സ്നാപ്ഡീൽ കാർഡും ഉണ്ട്, HPCL കാർഡും ഉണ്ട്. അപ്പോൾ 1995 എന്ന് പറഞ്ഞ കാർഡിലാണ് ഈ ക്രെഡിറ്റ് വന്നിരിക്കുന്നത്. കണ്ടു നിങ്ങൾക്ക് നേരത്തെ നോക്കി കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ 1995 എന്ന് പറഞ്ഞ കാർഡ്. അത് കാണിച്ചെന്നാൽ ഫുള്ള്. അപ്പോൾ 2 റൂപേ വേരിയന്റ് തന്നെയാണ്. HPCL കാർഡും BOBയുടെ മിക്ക എല്ലാ കാർഡുകളും റൂപേ വേരിയന്റ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു UPIയുടെ ഒരു ബെസ്റ്റ് കാർഡ് നോക്കണം എന്നുണ്ടെങ്കിൽ ഈ സാധനം നോക്കാം. എഡ്ജിന്റെ നമ്മുടെ CSB എഡ്ജ് ജൂപ്പിറ്റർ കാർഡ് ഉണ്ടല്ലോ, ആ സാധനം കിടില തന്നെയാണ്. പക്ഷെ അത് കിട്ടാനുള്ള ചാൻസ് ഭയങ്കര കുറവാണ്. ഞാൻ അതിൻ്റെ വേണമെങ്കിൽ നമ്മൾ റെഫറിലേക്ക് താഴെ കൊടുക്കട്ടെ. CSB ബാങ്ക് നിങ്ങൾക്ക് അടുത്തുണ്ടെങ്കിലൊക്കെ കിട്ടുള്ളൂ. ഒരു 3 കിലോമീറ്ററിന് താഴേക്ക് ഉള്ളെങ്കിൽ കിട്ടുള്ളൂ. എനിക്ക് ആക്ച്വലി എൻ്റെ ഒരു 4 കിലോമീറ്റർ അപ്പുറത്താണ് നമ്മൾ ബാങ്ക് എടുക്കുന്നത്. അതുകൊണ്ടാണ് എനിക്കിപ്പോൾ ഇത് റിജക്റ്റ് ആയി. അല്ലെങ്കിൽ ആ സാധനം കിട്ടിയാണ്. നല്ല കാർഡായിരുന്നു അത്, പ്രത്യേകിച്ച് UPI കാർഡിന്, UPI ട്രാൻസാക്ഷന്. പക്ഷേ ഇങ്ങനെ ഒരു കുഴപ്പമുണ്ട് മറക്കണ്ട. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ 2 ചാനൽ കാണുന്നവരെ കണ്ടുവെക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. നമ്മുടെ 3ാമത്തെ ചാനൽ GSH വേല കാണുന്നവരെ കണ്ടുവെക്കുക. നമ്മളതിൽ ടെക്നിക്കൽ ഫൈനാൻഷ്യൽ ന്യൂസുകളും സംഭവമൊക്കെ ചെയ്യുന്നത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട കേട്ടോ. ടെലിഗ്രാം ചാനലും ഇൻസ്റ്റാഗ്രാം പേജും താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാം, ഫോളോ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ അടുത്ത കാണാം.